Good afternoon. Good afternoon. അപ്പൊ നമ്മുടെ ആ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് എത്തി നിൽക്കുവാണ് അല്ലെ, ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അതിന്റെ നമ്മൾ 27 ഫോർമുലാസ് എത്ര നമ്മൾ പഠിച്ചത്? 27 വരെ കംപ്ലീറ്റ് ആക്കിയില്ലേ ഈ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ അല്ലെ? ഓക്കെ, ഇനി അടുത്തത് 3-4 കൂടി ഉള്ളൂ, അതിന് 4-5 കൂടി ഉള്ളൂ ആ ഒരു പേജില്. അത് കഴിഞ്ഞ് ജസ്റ്റ് ഒരു ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, 28 നമുക്ക് നോക്കാം. ഇനി പേഷ്യന്റ് ഫോൾ റേറ്റ്, ഫോൾസ് പെർ 1000 പേഷ്യന്റ് ഡേയ്സ്. ആ വാക്കിൽ നിന്ന് തന്നെ നമുക്കറിയാം പേഷ്യന്റ് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞാൽ താഴെ വീഴുന്ന രോഗികളുടെ ആ ശതമാനം, എത്ര പെർസെന്റേജ് ഹോസ്പിറ്റലിൽ ചെല്ലുന്ന എത്ര പേര് വീഴുന്നു എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലും തട്ടി ഒബ്ജക്റ്റിലോ ഫ്ലോറിലോ അങ്ങനെ എന്തെങ്കിലും തട്ടി പെട്ടെന്ന് വീഴുന്ന ഒരു കാര്യം, അങ്ങനെയുള്ളതിന്റെ പെർസെന്റേജ് നോക്കുന്നത്. A fall is defined as loss of upright position. അവർക്ക് നേരെ നിൽക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ അപ്രൈറ്റ് പൊസിഷൻ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുന്ന ഒരവസ്ഥ. നമ്മൾ മറഞ്ഞു വീഴും, നേരെ നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഓക്കെ, ദാറ്റ് റിസൾട്ട് ഇൻ ലാൻഡിങ് ഓൺ ദ ഫ്ലോർ. അപ്പൊ അതിന്റെ ഫലമായിട്ട് എന്ത് പറ്റും? നേരെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ എന്താ, നമ്മൾ ഫ്ലോറിലേക്ക് വീഴും അല്ലെ. ഗ്രൗണ്ട് ഓർ ആൻ ഒബ്ജക്ട് ഓർ ഫർണിച്ചർ ഓർ എ സഡൻ, പെട്ടെന്ന് ഉണ്ടാവുന്നതാണ്, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. അൺകൺട്രോൾഡ്, നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. യൂണി ഇന്റൻഷണൽ നോൺ പർപ്പസ്ഫുൾ ഡൗൺവേർഡ് ഡിസ്പ്ലേസ്മെന്റ് ഓഫ് ദ ബോഡി ടു ദ ഫ്ലോർ or ground or hitting another object like a chair or stairs എന്ന് പറഞ്ഞേക്കുന്നേ. അപ്പൊ നമുക്ക് അപ്രൈറ്റ് ആയിട്ടുള്ള അപ്രൈറ്റ് പൊസിഷൻ നഷ്ടപ്പെടുന്നതിനെയാണ് നമ്മൾ ഫോളോ ചെയ്യാന്ന് പറയുന്നത്. നമുക്ക് നേരെ നിൽക്കാൻ പറ്റില്ല. അതിപ്പോ ഹോസ്പിറ്റലിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ഈ ഒബ്ജക്ട്സുകളൊക്കെ ഇങ്ങനെ അലക്ഷ്യമായി ഇടുവോ, അല്ലെങ്കിൽ ഫർണിച്ചറിലോ അല്ലെങ്കിൽ സ്റ്റെയറിലോ അങ്ങനെ അവിടെ എവിടെയെങ്കിലും തട്ടി താഴെ വീഴാനുള്ള ഒരു ചാൻസ് അതാ പറയുന്നത്. ഓക്കെ, ഇവിടെ എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത്? നമുക്ക് പെട്ടെന്ന് സംഭവിക്കാം, നമ്മൾ ആരും അത് പ്രതീക്ഷിക്കുന്ന കാര്യമല്ല അല്ലെ, പെട്ടെന്ന് സംഭവിക്കുന്നതാണ്, നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യമാണത്. അപ്പൊ എന്തെങ്കിലും വസ്തുക്കളിൽ ഹിറ്റ് ചെയ്യാന്ന് വെച്ചാൽ തട്ടുക, ഹിറ്റിംഗ് അണ്ടർ ഒബ്ജക്ട് ലൈക്ക് ഈ ചെയർ ഓർ സ്റ്റെയർ. ഇപ്പൊ ചെയർസ് ഒക്കെ ആണെങ്കിൽ കറക്റ്റ് ഓർഡറിലാക്കിയിട്ട് ഇടണം. അപ്പൊ അതൊക്കെ മാറിക്കിടക്കോ എന്തെങ്കിലുമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ എന്താ പേഷ്യൻസ് വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള, അപ്പൊ നമ്മൾ എപ്പോഴും എന്താ ഒരു ആശുപത്രിയിൽ ചെല്ലുന്ന 100 പേര് വന്നാൽ അതിൽ 50 പേരിലും എന്തെങ്കിലുമൊക്കെ ഒബ്ജക്ട്സിലൊക്കെ തട്ടി വീഴാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്റ്റെയർ അതൊക്കെ വെക്കണേനും അവർക്ക് പ്രോപ്പറായിട്ട് നടക്കാനുള്ള സ്പേസും ഒക്കെ അലൗഡ് ആയിരിക്കണം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കാന്ന് പറഞ്ഞാൽ എന്താ, അതൊരു മോശം ഒരു കാര്യമാണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഫോൾ റേറ്റ് കൂടുക എന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത്, ഫോൾ റേറ്റ് എന്ന് പറഞ്ഞ എന്താ, നേരെ നിൽക്കാനുള്ള ഒരു അവസ്ഥ, അത് നേരെ നിൽക്കാനുള്ള ഒരു ഇത് നമുക്ക് നഷ്ടപ്പെടുന്നതിനെയാണ് ഫോൾ എന്ന് പറയുന്നത്. അതെന്തെങ്കിലും ഫർണിച്ചറിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്ട്സുകളിലോ ഒക്കെ ഹിറ്റ് ചെയ്തിട്ട് തട്ടി നമുക്ക് ഗ്രൗണ്ടിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ വീഴുന്ന ഒരവസ്ഥ, അത് മനഃപൂർവ്വമല്ലാത്ത കാരണം കൊണ്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ളതിന്റെ നമുക്ക് എന്താ റേറ്റ് നോക്കി, അതിന്റെ ഇക്വേഷൻ ലാസ്റ്റ് ഒന്ന് സെന്റൻസ് നോക്കി. ഇറ്റ് ഈസ് ആൻ ഇവന്റ് that ends in person coming to rest unknowingly on the ground or floor or other lower level. ഒരു പേഴ്സൺ അറിയാതെ തന്നെ ഗ്രൗണ്ടില് വീഴുന്ന സംഭവമാണ് ഫോൾ റേറ്റ് എന്ന് പറയുന്നത്. ഒരു പേഴ്സൺ അറിയാതെ തന്നെ ആ ഗ്രൗണ്ടില് വീഴുന്ന സംഭവം. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ. പേഷ്യന്റ് ഡേ എന്ന് പറഞ്ഞ ഇവിടെ 1000 പേഷ്യന്റ് ഡേ, 1000 ഡേയിലാണ് അത് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഇൻറ്റു 1000 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അപ്പൊ എങ്ങനെയാ, നമ്പർ ഓഫ് പേഷ്യന്റ് ഫോൾ, അവിടെ ഹോസ്പിറ്റലില് വന്ന് വീഴുന്ന
ആ പേഷ്യൻസിന്റെ എണ്ണത്തെ ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഡേ, അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് കൊണ്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അതൊന്ന് ടിക്കറ്റ് വെച്ച് ഫോർമുല മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. 28 number of patient fall divided by total number of patient day into 1000 patient day ആണ്, അതുകൊണ്ടാണ് അവിടെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തേക്കുന്നത്. അത് ടിക്കറ്റ് വെക്കുക കേട്ടോ. ഞാൻ അടുത്ത് നോക്കിയേ, പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ്. നിയർ മിസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, ജസ്റ്റ് മിസ്സായി പോയി, ഒരു വലിയ ഒരു അപകടം വരാനിരുന്നായിരുന്നു അല്ലെ സംഭവിക്കാനിരുന്ന, ഞാൻ ജസ്റ്റ് മിസ്സായി എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ നോക്കിയേ, എ നിയർ മിസ് ഈസ് ആൻ അൺപ്ലാൻഡ് ഇവന്റ്. നമ്മൾ പ്ലാൻ ചെയ്തതല്ല, ആസൂത്രണം ചെയ്ത കാര്യമല്ല. ദാറ്റ് ഡിഡ് നോട്ട് എൻഡ് ഇൻ ഇഞ്ചുറി, ഇൽനെസ് ഓർ ഡാമേജ് ബട്ട് ഹാഡ് ദ പവർ ടു ഡു സോ. പക്ഷെ നമ്മൾ എന്താ, ഒരു ആസൂത്രിതമല്ലാത്ത ഒരു കാര്യമാണ് അത്. എന്താ പറയുക, പക്ഷെ അതൊരു ഇഞ്ചുറിയിലോ ഒരു മുറിവിലേക്കോ അത് ഇൽനെസ് രോഗത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഡാമേജിനും കാരണമാകുന്നില്ല. പക്ഷെ എന്താ, അങ്ങനെ ആ ഒരു ഇഞ്ചുറി ഒക്കെ ഉണ്ടാകാനുള്ള ഒരു പവർ ഉണ്ട്, അതിനുള്ള ശക്തി ഉള്ളതാണ്. പക്ഷെ എന്താ, അതിന് കാരണമാകുന്നില്ല, ഒരു ഇഞ്ചുറിക്കോ ഇല്ലിനോ ഒന്നും കാരണമാകുന്നില്ല. അങ്ങനെയുള്ള ഒരു അൺപ്ലാൻഡ് ഇവന്റ് ആണ് എന്തെന്ന് പറഞ്ഞ നിയർ മിസ്സസ് എന്ന് പറയുന്നത്. A near miss is an unplanned event that did not end in injury. ഒരു ഇഞ്ചുറിയിലോ ഇൽനെസ് ഓർ ഡാമേജ് ഇതിലൊന്നും കലാശിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ വീണു കഴിഞ്ഞ തറയില വീണ് കഴിഞ്ഞ് വല്ല കാലുകൊട്ടോ കൈമുറിയോ ഒക്കെ ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾ വരാം, എന്തെങ്കിലും ഡാമേജ് വരാം, കൈയൊടിയോ കാലൊടിയോ അങ്ങനെയൊക്കെ വരാം. അതാണ് നമ്മള് ഫോൾ റേറ്റ് എന്ന് പറഞ്ഞത്. എന്നാ ഇങ്ങനെ വരാനായിട്ട് ഇങ്ങനെ വരുന്നില്ല, പക്ഷെ അത് വരാനുള്ള ഒരു പവർ ഉണ്ട് അതിനെയാണ് നിയർ മിസ് എന്ന് പറയുന്നത്. ഇല്ലിലോ ഇഞ്ചുറിയിലോ ഡാമേജിലോ അതിലേക്കൊക്കെ എന്ന് എത്തിപ്പെട്ടില്ലെങ്കിൽ പോലും അത് സംഭവിക്കാനായിട്ട് ഇടയുള്ള ഒരു ശക്തി ഉണ്ട് അതിനാണ്. ഇതൊരു ആസൂത്രിതമല്ലാത്തതാണ്, അൺപ്ലാൻഡ് ഇവന്റ് ആണ്. ഓക്കെ, പേഷ്യൻസിന് എന്താണ് അവിടെ ഡാമേജ് ഉണ്ടാകുന്നില്ല, പക്ഷെ അതിനുള്ള ഡാമേജ് വരാനുള്ളൊരു പവർ ഉണ്ട് ആ ഒരു സംഭവത്തിന്. ഇതാണ് പെർസെന്റേജ് ഓഫ് നിയർ മിസ്സസ് എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ, നമ്പർ ഓഫ് നിയർ മിസ്സസ് റിപ്പോർട്ടഡ്. അവിടെ റിപ്പോർട്ട് ചെയ്ത മിസ്സുകളുടെ എണ്ണം, നിയർ മിസ്സുകളുടെ എണ്ണം, മിസ്സസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ്. അവിടെ റിപ്പോർട്ട് ചെയ്ത ഇൻസിഡൻസ് സംഭവങ്ങളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അവിടെ ഇൻറ്റു എന്ന് എഴുതിയിട്ടില്ല എന്നുള്ളൂ, ഇൻറ്റു 100 ആണ് കേട്ടോ. നമ്പർ ഓഫ് ഇൻസിഡൻസ് റിപ്പോർട്ടഡ് ഇൻറ്റു 100. ഇനി അടുത്ത് നോക്കിയേ 30 ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി. ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്താണ്? നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ, നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി ഈസ് എ പെർഫറേറ്റിംഗ് സ്റ്റാബ് വൂണ്ട് ഫ്രം എ നീഡിൽ or other sharp object that may result in exposure to blood or other body fluid. Needle stick injury is a perforating എന്ന് വെച്ചാൽ ഒരു സുഷിരം. സ്റ്റാബ് വൂണ്ട് ഫ്രം നീഡിൽ. സ്റ്റാബ് വൂണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുത്തുമ്പോ ഒക്കെ ഉണ്ടാകുന്ന ഒരു മുറിവ്, കുത്തുക എന്നാണ്. STAB, സ്റ്റാബ്, കുത്തുക. വൂണ്ട് ഫ്രം എ നീഡിൽ, നമ്മൾ നീഡിലും കൊണ്ടൊക്കെ കുത്തുമല്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഷാർപ്പ് ഒബ്ജക്ട്സും കൊണ്ടൊക്കെ കുത്തുമ്പോഴുണ്ടാകുന്ന ആ മുറിവുകൾ, അത് ദാറ്റ് മേ റിസൾട്ട് ഇൻ എക്സ്പോഷർ. അതിന്റെ ഫലമായിട്ട് എന്താ, ബ്ലഡ്, അതർ ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ നമുക്ക് പുറത്തേക്ക് വരാം. The needle stick injuries are wound caused by needling. എന്തുകൊണ്ടാ? നീഡിലും കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഷാർപ്പ് ഒബ്ജക്ട്സും കൊണ്ട് ഉണ്ടാകുന്ന ഒരു വൂണ്ടാണ്. That accidentally puncture the skin. ആക്സിഡന്റലി, അപ്രതീക്ഷിതമായിട്ടൊക്കെ സംഭവിക്കുന്ന കാര്യമാണ്. ആൻഡ് ദെൻ ഓൾസോ they puncture the skin. സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. ഇപ്പൊ നമ്മൾ സാധാരണ ഇഞ്ചക്ഷൻ ചെയ്യുന്നതല്ല അവിടെ ഉദ്ദേശിച്ചേക്കുന്നത്. അല്ലാതെ ഇപ്പൊ അങ്ങനെയുള്ള ഇപ്പൊ ഡ്രസ്സൊക്കെ ചെയ്യാൻ നമ്മള് എന്തെങ്കിലും മുറിവൊക്കെ പറ്റൂല. അപ്പൊ നമ്മൾ അപ്രതീക്ഷിതമായിട്ട്
നമുക്ക് എന്താ നേഴ്സിന്റെ ഒക്കെ ശ്രദ്ധക്കുറവും കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും മറ്റുള്ള എന്താ ഉണ്ടാകുന്ന ഒരു അപകടം അതാണ്. ഓർ നീഡിൽ ഓർ അതർ ഷാർപ്പ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് നമ്മൾ വല്ല വലിക്കോ ഇതൊക്കെ ചെയ്യുമ്പോ വേണമെങ്കിൽ അങ്ങനെ നമുക്കൊരു മുറിവുണ്ടായി അതിൽ കൂടെ വരുന്ന ഒരു ഇഞ്ചുറി ഇതാണ്. അതായത് അബദ്ധത്തില് നമ്മള് ഇപ്പൊ ഇഞ്ചക്ഷൻ എടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി പ്ലാൻഡ് ആണ്, അറിയാവുന്ന കാര്യമാണ്. ഇതൊരു അബദ്ധത്തില് നമ്മുടെ സ്കിന്നിൽ കുത്തുന്ന നീഡിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒബ്ജക്ട്സുകളോ മൂലമുണ്ടാകുന്ന മുറിവുകളെയാണ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. ആക്സിഡന്റലി സംഭവിക്കുന്നതാണ്, അബദ്ധത്തിൽ സംഭവിക്കുന്നതാണെന്ന് നോക്കാം കേട്ടോ. അബദ്ധത്തില് നമ്മുടെ നീഡിൽ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഷാർപ്പ് ഒബ്ജക്ട്സുകൾ കൊണ്ടോ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന മുറിവ് ാണ് ഇൻസിഡൻസ് ഓഫ് നീഡിൽ സ്റ്റിക്ക് ഇഞ്ചുറി എന്ന് പറയുന്നത്. അതിന്റെ ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് പാരന്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ ഇഞ്ചക്ഷൻ എന്നാണ് കേട്ടോ. ബൈ ഇഞ്ചക്ഷൻ നമ്പർ ഓഫ് പാരന്റൽ എക്സ്പ്ലോഷർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡേ. അവിടെ മൊത്തം നമ്മള് എന്താ നമ്പർ ഓഫ് എണ്ണ പറഞ്ഞേക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കുന്ന എക്സ്പ്ലോഷൻസിന്റെ എണ്ണം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ്, മൊത്തത്തിലുള്ള ഇൻപേഷ്യന്റിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 1000 ചെയ്യുക. ഇനി അടുത്തത് 31, 32 നിങ്ങളൊന്ന് നോട്ട് ചെയ്തിടണം. 31 നോക്കി. 31 ഒന്ന് ടിക്കറ്റ് വെച്ചോ കേട്ടോ. Appropriate handover during shift changes to be done separately for doctors and nurses. നമുക്ക് ഈ ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ രോഗിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കാര്യങ്ങൾ അവർക്ക് കൊടുത്ത മരുന്നുകൾ ഇതൊക്കെ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. നെക്സ്റ്റ് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്ത് അടുത്ത ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന നഴ്സിനോ സ്റ്റാഫിനോ ഒക്കെ എന്ത് ചെയ്യുക, ഡോക്ടറിനോ നഴ്സിനോ ഡോക്ടറിനോ ഒക്കെ അത് നമ്മള് ഈ ഹാൻഡ് ഓവർ ചെയ്യണം. അങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ നമ്മള് നിങ്ങൾക്കറിയാലോ, ഇപ്പൊ ഡ്യൂട്ടിയിൽ ഒരു ഡോക്ടർ ആയിരിക്കും, അപ്പൊ നമ്മള് മെയിൻ ഡോക്ടർ ആയിരിക്കും. അപ്പൊ അവര് ഷിഫ്റ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ അവര് തമ്മിൽ ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. അതിന് നമ്മുടെ റെക്കോർഡ് ഉണ്ട് എങ്കിൽ പോലും അവര് വെർബലി ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാന്നുള്ള നല്ലൊരു കാര്യമാണ്. അതുപോലെ നേഴ്സുകളാണെങ്കിലും ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്ത് പോകുമ്പോൾ അവർ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഒക്കെ എന്ത് ചെയ്യണം, ഹാൻഡ് ഓവർ ചെയ്യണം. അവിടെ ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടത്തുന്ന ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി. അപ്രോപ്രിയേറ്റ് ആയിട്ട് ഹാൻഡ് ഓവർ നടത്തുന്ന ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ്. അവിടെ ഹാൻഡ് ഓവർ ചെയ്യാനുള്ള അവസരങ്ങളുടെ ടോട്ടൽ നമ്പർ കൊണ്ട്, ഓപ്പർച്യൂണിറ്റീസ് എന്ന് വെച്ചാൽ അവസരങ്ങൾ, ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് അവസരങ്ങളുടെ ആ ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ആ ഫോർമുല ഒന്ന് നോക്കണം കേട്ടോ. 31 ടിക്കറ്റ് വെച്ചോ. ഞാൻ ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് ഒന്നുകൂടി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി ആദ്യം മുതലുള്ളത് ഞാനൊന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കറക്റ്റ് ആണോ എന്ന് ഒന്ന് നോക്കാം. ഇങ്ങനെയാ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവേഴ്സ് ഡൺ അപ്രോപ്രിയേറ്റ്ലി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഹാൻഡ് ഓവർ ഓപ്പർച്യൂണിറ്റീസ് ഇൻറ്റു 100. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ലാസ്റ്റ് 32, അതും ഒന്ന് ടിക്കറ്റ് വയ്ക്കുക. കംപ്ലൈന്റ്സ് റേറ്റ് ടു മെഡിക്കേഷൻ പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു അതിന്റെ ഒരു കംപ്ലൈന്റ്സ് റേറ്റ് കാണുന്ന ഒരു ഇക്വേഷൻ ആണ്. അതായത് ഹോസ്പിറ്റൽസിലൊക്കെ ഡോക്ടർക്കൊക്കെ മെഡിസിൻസ് ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ശരിക്കും എന്താ അവർ ശരിക്കും ഫോളോ ചെയ്യേണ്ട ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യണം. നമുക്ക് ചീട്ട് എഴുതി തരൂലേ അവര്, അതില് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ വേണം എന്നുള്ളത് നിർബന്ധമുണ്ട്. അപ്പൊ മിക്കവരും അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് അല്ല തരുന്നേ. ഇപ്പൊ നമ്മൾ എവിടെ ഒരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കഴിഞ്ഞാലും അത് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ കൊടുക്കണം. സ്മോൾ ലെറ്റേഴ്സിലൊക്കെ ആകുമ്പോൾ വായിച്ച് ഇതാകാൻ ബുദ്ധിമുട്ടുണ്ട്. ചിലപ്പോ നമ്മള് മെഡിസിൻസ് ഒക്കെ എല്ലാം മാറിപ്പോകാം, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ എന്താ പറയാ, മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് വേണമെന്നുണ്ട്.
നോക്കിയ ഫോർമുല ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ്. അപ്പൊ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്ത പ്രിസ്ക്രിപ്ഷന്റെ ടോട്ടൽ നമ്പർ. നമ്മൾ കുറെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പല ഡോക്ടർമാർ കൊടുക്കുന്നുണ്ടല്ലോ, അതിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രിപ്ഷൻ കൊടുത്ത പ്രിസ്ക്രിപ്ഷൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ. മൊത്തം പ്രിസ്ക്രിപ്ഷൻസിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. ഇപ്പൊ നിങ്ങളിപ്പോ റീസെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോ എവിടെയെങ്കിലും നമ്മൾ ഡോക്ടേഴ്സിനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിലെ വീടുകളിലൊക്കെ പോയി കാണുന്നുണ്ട്. അപ്പോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങനെ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ മാത്രം? സ്മോൾ ലെറ്റർ യൂസ് ചെയ്യൂല, ഫുള്ള് മെഡിസിന്റെ പേരും എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം. ഉണ്ടോ? നോ. ജോബി മോള് ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ എല്ലാവരും ഒന്നും ഇത് ഫോളോ ചെയ്യുന്നില്ല, പക്ഷെ ശരിക്കും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ പ്രിസ്ക്രൈബ് ചെയ്യണം എന്നുള്ളതാണ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ ഇൻ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഡിവൈഡഡ് ബൈ അവിടെ പ്രിസ്ക്രിപ്ഷൻ ടോട്ടൽ നമ്പർ ഓഫ് പ്രിസ്ക്രിപ്ഷൻ മൊത്തം പ്രിസ്ക്രിപ്ഷൻ അതിന്റെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 100 ചെയ്യുക. അപ്പൊ അത് 31ഉം 32ഉം 28ഉം ആ പേജിൽ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാ ഒരു ടിക്ക് ഇട്ട് വെക്കുക കേട്ടോ. അതിന്റെ കംപ്ലൈൻസ് റേറ്റ്, അതായത് അങ്ങനെ ചെയ്യാത്ത പ്രിസ്ക്രിപ്ഷൻ ചെയ്യാത്ത കേസുകൾ അല്ലെങ്കിൽ അതിന്റെ നമ്മൾ ആ പെർസെന്റേജ് നോക്കിക്കഴിഞ്ഞാൽ അറിയാലോ എത്ര ശതമാനം ക്യാപിറ്റൽ ലെറ്റേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത് അതിന്റെ പെർസെന്റേജ് നോക്കിയാൽ അറിയാൻ പറ്റും. ഇതെല്ലാം എന്തിനു വേണ്ടി ചെയ്യുന്നേ? ലാബ് എന്തിനു വേണ്ടിയാ? ലാബ് അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടിയുള്ള ചില മാനദണ്ഡങ്ങളാണ്. അപ്പൊ ഇതെല്ലാം ഹോസ്പിറ്റലിലൊക്കെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ പെർസെന്റേജ് ഒക്കെ നോക്കിയതിന് ശേഷമാണ് ലാബ് അക്രഡിറ്റേഷൻ കൊടുക്കുകയുള്ളൂ. കണ്ടിട്ടുണ്ട് ശാന്തി മോള് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ചിലരൊക്കെ ഇപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെയാണ് പ്രിസ്ക്രിപ്ഷൻ എഴുതുക. വേറൊന്നുമില്ല, നമ്മൾ ക്ലിയർ ആണ്. നമുക്ക് മരുന്നുകളോ അങ്ങനെ മരുന്ന് മാറിപ്പോണേന്റെയോ അല്ലെങ്കിൽ അങ്ങനെ ഒരിതൊന്നുമില്ല, വായിക്കാൻ ബുദ്ധിമുട്ടോ ഒന്നുമില്ല. ശരിക്കും സ്റ്റാൻഡേർഡ് ലീഗലി നമ്മൾ എന്താ പറയാ, നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ തന്നെ എഴുതണം എന്നാണ് പറയുന്നത്. നോക്കിയേ, അതിനകത്ത് ഞാനൊന്ന് പെട്ടെന്ന് വായിക്കാം. 1 ഒന്നാമത്തെ ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടിക്ക് ഇട്ടത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേരെ, നിങ്ങൾ കറക്റ്റ് ആയിട്ടാണോ ടിക്ക് ഇട്ട് വെച്ചേക്കുക എന്നുള്ളത് കേട്ടോ. 1 നമ്പർ മാത്രം പറഞ്ഞാൽ മതിയല്ലോ. ഇനി 1 4 7 9 10 14 16 17 19 21 23 24 28 31 32. ഇത്രയും ഇതൊക്കെ നിങ്ങളൊന്ന് ഇമ്പോർട്ടന്റ് ആണ്. പല ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതെന്തായാലും നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ പഠിക്കുമ്പോൾ. പിന്നെ ഫോർമുലാസ് ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. മിക്കവാറും എല്ലാവരും നമ്മുടെ ആ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും. ഞാൻ പറഞ്ഞില്ല ആദ്യം തന്നെ ന്യൂമറേറ്ററിൽ കിടക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ വലിയ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. നോക്കി, ഇനി അടുത്തത് ഒരു ചെറിയൊരു സെക്ഷനും കൂടി ഉള്ളൂ. ജോബ് ഡിസ്ക്രിപ്ഷൻ. ജോബ് ഡിസ്ക്രിപ്ഷൻ അതിനകത്ത് ഫസ്റ്റ് നോക്കിയേ, ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. എന്ന് വെച്ചാൽ നമുക്കറിയാം മാക്സിമം 4 5 6 അതിവിട്ട് എന്തായാലും പോകില്ല. 6 ക്വസ്റ്റ്യൻ ഒക്കെ മാക്സിമം ഒരു ചാപ്റ്ററിന് ചോദിക്കുള്ളൂ. പിന്നെ അത് മിക്കവാറും 2 ഫോർമുലാസ് ഉണ്ടാവാറുണ്ട് ചോദിക്കുന്നത്. അപ്പൊ പിന്നെ അതുകൊണ്ട് ഈ റെസ്പോൺസിബിലിറ്റിയില ഈ ഒരു സെക്ഷനിൽ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല. ഇതിന് അങ്ങനെ കണ്ടിട്ടില്ല. ജസ്റ്റ് എന്തായാലും ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കണം. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി അങ്ങനെ ഇതിന് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും എന്തായാലും നമുക്കൊന്ന് വായിച്ചൊന്ന് മനസ്സിലാക്കാം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ചോദിക്കാം. അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണ്? ജോബ് ഡിസ്ക്രിപ്ഷൻ ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ. അദ്ദേഹം എന്തൊക്കെയാ ചെയ്യുന്നത്? ദ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ദ ക്വാളിറ്റി അഷ്യൂറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ. ഓക്കെ, ഹോസ്പിറ്റലിലെ ക്വാളിറ്റി അഷ്യൂറൻസ് പ്രോഗ്രാമുകൾ എന്ത് ചെയ്യുക? സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിന് പിന്തുണ നൽകുക എന്നുള്ളത്
ക്വാളിറ്റി മാനേജറിന്റെ ഒരു ജോബ് റെസ്പോൺസിബിലിറ്റി ആണ്. ഹോസ്പിറ്റൽ ക്വാളിറ്റി മാനേജർ ഇൻ ഹോസ്പിറ്റൽ ഷുഡ് സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ പിന്തുണയ്ക്കണം ദ ക്വാളിറ്റി അഷുറൻസ് പ്രോഗ്രാം സെൽ അറ്റ് ദ ഹോസ്പിറ്റൽ ആൻഡ് accountable for deciding and establishing quality procedure. ക്വാളിറ്റി പ്രൊസീജിയർ ഡിസൈൻ ചെയ്യാന്ന് വെച്ചാൽ രൂപകൽപ്പന ചെയ്യുന്നതിനും ആൻഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാന്ന് വെച്ചാൽ സ്ഥാപിക്കുന്നതിനും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. accountable for designing and establishing ക്വാളിറ്റി പ്രൊസീജിയർ, ക്വാളിറ്റി നടപടിക്രമങ്ങൾ രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. അല്ലെ, അതിന്റെ ഫോർമേറ്റ് തന്നേക്കുവാണ്. ക്വാളിറ്റി പ്രൊസീജിയർ സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽസ്. സ്റ്റാൻഡേർഡുകൾ, ഹോസ്പിറ്റലിന്റെ ഓരോ സ്റ്റാൻഡേർഡ് മാനദണ്ഡങ്ങൾ, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസുകൾ, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ, ഇതെല്ലാം സ്ഥാപിക്കുന്നതിനൊക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. രൂപകൽപ്പന ചെയ്യുന്നതിനും സ്ഥാപിക്കുന്നതിനും ഒക്കെ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കും. ഡിസൈനിങ് ആൻഡ് എസ്റ്റാബ്ലിഷിംഗ് ക്വാളിറ്റി പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ്സ് ആൻഡ് സ്പെസിഫിക്കേഷൻ ഇൻ ഹോസ്പിറ്റൽ. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ. He or she must encourage quality improvement in all the process and the procedure of the hospital and share report. ഹോസ്പിറ്റലുകളിലുള്ള പ്രോസസ്, പ്രൊസീജിയർ, അതിന്റെയൊക്കെ ഗുണനിലവാരങ്ങൾ, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ, ക്വാളിറ്റി മെച്ചപ്പെടുത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ ഷെയർ ചെയ്യുകയും വേണം. ഷെയർ റിപ്പോർട്ടുകൾ ഷെയർ ചെയ്യുകയും വേണം. ഷീ ഓർ ഹി മസ്റ്റ് എൻകറേജ് ചെയ്യാന്ന് വെച്ചാൽ പ്രോത്സാഹിപ്പിക്കുക. എന്തിനാ പ്രോത്സാഹിപ്പിക്കണ്ടേ? He or she must encourage quality improvement in all the process and the procedure of the hospital. ഹോസ്പിറ്റലിലെ എല്ലാ പ്രോസസ്സുകളിലും ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം? പ്രോത്സാഹിപ്പിക്കണം. ആൻഡ് ഷെയർ റിപ്പോർട്ടുകളൊക്കെ ഷെയർ ചെയ്യുന്നതിനൊക്കെ എൻകറേജ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇനി ഇവിടെ കുറച്ച് പോയിന്റ്സുകളായിട്ട് തന്നെ തന്നിട്ടുണ്ട് സെപ്പറേറ്റ്. കീ ജോബ് റെസ്പോൺസിബിലിറ്റി വായിച്ചു പോകാട്ടെ നമുക്ക്. എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ് സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ്. ഓക്കെ, എൻഷുർ ചെയ്യാന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. ഓക്കെ, എന്താ ഉറപ്പുവരുത്തണ്ടേ? ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ്, നല്ല ക്വാളിറ്റിയിലുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകൾ സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ് തുടങ്ങിയ ആ നോൺ ക്ലിനിക്കൽ സർവീസുകളുടെ നല്ല ക്വാളിറ്റി എൻഷുർ ചെയ്യുക, മെച്ചപ്പെടുത്തുക. ഓക്കെ, പറഞ്ഞിരിക്കുന്നത് എൻഷുറിംഗ് ഗുഡ് ക്വാളിറ്റി നോൺ ക്ലിനിക്കൽ സർവീസസ്, നല്ല ക്വാളിറ്റിയിലുള്ള നോൺ ക്ലിനിക്കൽ സർവീസുകൾ എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. ഏതൊക്കെയാണ്? സച്ച് ആസ് ഇൻഫെക്ഷൻ പ്രിവെൻഷൻ, സെക്യൂരിറ്റി, ഡയറ്റ്, എക്സെട്ര. അടുത്ത നോക്കിയേ. എൻഷുറിംഗ് ക്ലീൻ സറൗണ്ടിങ്സ്, OPD ഏരിയാസ്, വാർഡ്സ്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് പേഷ്യന്റ് അമ്യൂണിറ്റീസ്, സൗകര്യങ്ങള് ആൻഡ് ഔട്ട്സോഴ്സ്ഡ് സർവീസസ്. ഇതെല്ലാം എന്ത് ചെയ്യണം? ഇവിടങ്ങളിലെല്ലാം ഒരു ക്ലീൻ സറൗണ്ടിങ്സ്, വൃത്തിയുള്ള ഒരു അന്തരീക്ഷം ഉറപ്പുവരുത്തണം. OPD ഏരിയകളില്, വാർഡില്, ലേബർ റൂം, ഓപ്പറേഷൻ തിയേറ്റർ, പേഷ്യന്റ് ഫെസിലിറ്റീസ് ഉള്ള ഔട്ട്സോഴ്സ്ഡ് സർവീസുകൾ, ഇവിടെ എല്ലാം ക്ലീൻ സറൗണ്ടിങ്സ് ഉറപ്പുവരുത്തണം, എൻഷുർ ചെയ്യണം. തേർഡ് നോക്കിയേ. Periodical evaluation of hospital on quality checklist and research at a score for the facility. Periodical evaluation നടത്തണം, ഇടയ്ക്കിടയ്ക്ക് ഇവാലുവേറ്റ് ചെയ്യണം. ഹോസ്പിറ്റൽ ക്വാളിറ്റി ചെക്ക് ലിസ്റ്റിനുള്ളില്
എന്താണ് പീരിയോഡിക് ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലില് ഇവാലുവേഷൻ നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആറ്റ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. സൗകര്യങ്ങൾക്കായിട്ട് ഒരു സ്കോറിലേക്ക് എത്തിച്ചേരുക. ഇടയ്ക്കിടയ്ക്ക് പീരിയോഡിക് ഇവാലുവേഷൻ നടത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആൻഡ് റീച്ച് അറ്റ് എ സ്കോർ ഫോർ ദ ഫെസിലിറ്റി. സൗകര്യങ്ങൾക്കായിട്ട് ഒരു സ്കോറിലേക്ക് എത്തിച്ചേരുക. അടുത്ത് നോക്കിയേ, ഫോർത്ത് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് ഗ്യാപ്പ് അനാലിസിസ്, develop action plan under supervision of in charge of the hospital and monitoring complaints. ഹോസ്പിറ്റലിലെ ഇൻചാർജുകളുടെ മേൽനോട്ടത്തിൽ പ്രവർത്തന പദ്ധതികളൊക്കെ എന്ത് ചെയ്യുക? വികസിപ്പിക്കുക. അതിനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാൻ, identification of gaps and develop action plan. Action plan develop ചെയ്യുക under the supervision of in charge of the hospital and to monitor complaints. In charge എന്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ under the supervision of in charge of the hospital. Hospital in charge അവരുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ഗ്യാപ്പുകൾ ഐഡന്റിഫൈ ചെയ്യുക, ആക്ഷൻ പ്ലാനുകൾ ഡെവലപ്പ് ചെയ്യുക. അഞ്ചാമത്തെ പോയിന്റ് നോക്കിയേ, ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക. ഫെസിലിറ്റേറ്റ് കണ്ടക്ട് ഓഫ് മീറ്റിംഗ് റിലേറ്റഡ് ടു ക്വാളിറ്റി സർട്ടിഫിക്കേഷൻ. ക്വാളിറ്റി സർട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകൾ കണ്ടക്ട് ചെയ്യുക. Facilitate conduct of meeting related to quality certification. അടുത്ത നോക്കിയേ, സിക്സ്ത് വൺ, ensuring that the hospital meets our regularly complaints like BMW, biomedical waste. അതിന്റെ മുകളിലൊന്ന് എഴുതി വെച്ചത് കേട്ടോ. ഞാൻ സെക്ഷനിൽ വല്ല എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. എടുത്തു തുടങ്ങിയോ? കഴിഞ്ഞായിരിക്കും ബയോമെഡിക്കൽ വേസ്റ്റ് അല്ലെ? അതിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. യെസ്, അതിനകത്തുണ്ട് BMW, ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നോട്ട് ചെയ്തിട്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്. ബ്ലഡ് ബാങ്ക് ഓർ സ്റ്റോറേജ് ലൈസൻസ്, AERB. അത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ റേഡിയോളജിയില്. AERB എക്സ്പാൻഡഡ് ഫോം, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. Atomic Energy Regulatory Board. Atomic Energy Regulatory Board, AERB regulations for radiation license, etc. Biomedical waste, blood bank, storage license, AERB regulations തുടങ്ങിയ എല്ലാ ഒരു നിയന്ത്രണ ക്രമീകരണങ്ങളും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. എൻഷുർ ചെയ്യുകയെന്ന് വെച്ചാൽ ഉറപ്പുവരുത്തുക. Ensuring that the hospital meet all regulatory complaints. എല്ലാ റെഗുലേറ്ററി കംപ്ലൈൻസും ഹോസ്പിറ്റല് പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഏതൊക്കെ? ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ്, ബ്ലഡ് ബാങ്ക് ആൻഡ് സ്റ്റോറേജ് ലൈസൻസ് ആൻഡ് AERB regulations or radiation license. ഇത് എന്നീ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ നിയന്ത്രണ ക്രമങ്ങളും ഹോസ്പിറ്റലുകൾ പാലിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇനി അടുത്ത ഏഴാമത്തെ പോയിന്റ് നോക്കിയേ, കീപ് എ റെക്കോർഡ് ഓഫ് നോൺ ഫങ്ഷണൽ ഡിവൈസസ് ആൻഡ് എ ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയറിംഗ് അലോങ് വിത്ത് AMC ഫോർ ഓൾ എക്യുപ്മെന്റ്. AMC എന്ന് പറഞ്ഞ ആനുവൽ എന്ന് എഴുതി വെച്ചോട്ടെ അവിടെ. ഇങ്ങനെയുള്ളതിൽ ചിലപ്പോൾ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് എങ്ങാനും വേണമെങ്കിൽ ചോദിക്കാം. ആനുവൽ മെയിൻ്റനൻസ്, MAINTENANCE, annual maintenance contract, 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 annual maintenance contract, annual maintenance contract. Okay. Keep a record of non-functional devices. ഏതിന്റെ റെക്കോർഡ് കീപ്പ് ചെയ്യണം? നോൺ ഫങ്ഷണൽ ഡിവൈസസ്, പ്രവർത്തനക്ഷമമല്ലാത്ത ഉപകരണങ്ങളുടെ റെക്കോർഡും പിന്നെ അതിന്റെ ഒപ്പം നോക്കിയേ, ആൻഡ് ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയർ അലോങ് വിത്ത്. അത് റിപ്പയർ ചെയ്യാനുള്ള ഒരു സമയരേഖയും ടൈം ലൈനും എല്ലാ ഉപകരണങ്ങൾക്കും ആനുവൽ മെയിൻ്റനൻസ്
കോൺട്രാക്റ്റിനോടൊപ്പം തന്നെ സൂക്ഷിക്കാം. Along with the AMC for all equipments, equipmentsന്റെ എല്ലാ ആനുവൽ മെയിൻ്റെനൻസ് കോൺട്രാക്റ്റിനൊപ്പം ഏതാണ് നോൺ ഫങ്ഷണൽ ഡിവൈസുകളുടെ റെക്കോർഡുകള്, പിന്നെ അതുപോലെ ടൈം ലൈൻ ഫോർ ഇറ്റ്സ് റിപ്പയറിന് വേണ്ടി വരുന്ന ടൈം ലൈന്, ഇതെല്ലാം അതിനോടൊപ്പം തന്നെ കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. അടുത്ത നോക്കിയേ, പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട് മോഡലിറ്റീസ് എന്ന് വെച്ചാൽ രീതികള്. മോഡലിറ്റീസ് എന്ന് പറഞ്ഞാൽ രീതികള്. ആസൂത്രണം ചെയ്യുക, പ്ലാൻ ചെയ്യുക. ആൻഡ് വർക്ക് ഔട്ട് മോഡൽ, രീതികള് നമ്മൾ നടപ്പിലാക്കുക. ടുവേഴ്സ് അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനം. അപ്ലിഫ്റ്റ്മെന്റ് ഉയർച്ച അല്ലെങ്കിൽ ഉന്നമനം. പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസ് ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റൽ. മോഡറൈസേഷൻ എന്ന് പറഞ്ഞാൽ നവീകരണം. മോഡറൈസേഷൻ നവീകരണം. എന്തൊക്കെയാ പറഞ്ഞേക്കുന്നത് ഇവിടെ? അപ്ലിഫ്റ്റ്മെന്റ് ഉന്നമനം, പിന്നെ അതുപോലെ തന്നെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് ഓഫ് എക്യുപ്മെന്റ്സ് ആൻഡ് വെഹിക്കിൾസിന്റെ പ്രിവെന്റീവ് മെയിൻ്റെനൻസ്, പ്രതിരോധ അറ്റകുറ്റപ്പണികള്, പിന്നെ ഹോസ്പിറ്റലിന്റെ നവീകരണം, ഹോസ്പിറ്റൽ ആൻഡ് മോഡറൈസേഷൻ ഓഫ് ഹോസ്പിറ്റലിന്റെ നവീകരണം എന്നിവയ്ക്കുള്ള ആസൂത്രണവും പ്രവർത്തന രീതികളും. പ്ലാനിങ് ആൻഡ് വർക്ക്ഔട്ട്. പ്ലാനിങ് ചെയ്യുക, ആസൂത്രണം ചെയ്യുക. വർക്ക്ഔട്ട് എന്ന് പറഞ്ഞ വർക്ക്ഔട്ട് മോഡലിറ്റീസ് എന്ന് വെച്ചാൽ രീതികൾ നടപ്പിലാക്കുക. Towards upliftment, preventive maintenance of equipments and vehicles, and the modernization of hospital നവീകരണം, പിന്നെ ഈ പ്രിവെന്റീവ് മെയിൻ്റെനൻസ് എക്യുപ്മെന്റ്സുകളുടെയൊക്കെ നമ്മുടെ വെഹിക്കിൾസ് എക്യുപ്മെന്റ്സുകളുടെയൊക്കെ പ്രതിരോധ അറ്റകുറ്റപ്പണികള്, പിന്നെ അപ്ലിഫ്റ്റ്മെന്റ് ഉന്നമനം എന്നിവയ്ക്കുള്ള പ്ലാനിങ്ങും അതിന്റെ വർക്ക്ഔട്ട് രീതികള് നടപ്പിലാക്കലും. അടുത്ത നോക്കിയ 9th one, to institute and effective grievance redressal system both for employees and the patients. പേഷ്യൻസിനും അവിടുത്തെ എംപ്ലോയീസിനും ഒരു എഫക്റ്റീവ് ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം സ്ഥാപിക്കുക. എംപ്ലോയീസിനും പേഷ്യൻസിനും വേണ്ടിയുള്ള ഒരു പരാതി പരിഹാര സംവിധാനം സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. അങ്ങനെ പറയാം നമുക്ക്. എംപ്ലോയീസിനും പേഷ്യൻസിനും വേണ്ടിയുള്ള ഒരു ഗ്രീവിയൻസ് റിട്രസൽ സിസ്റ്റം, ഒരു എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് ഫലപ്രദമായിട്ടുള്ള ഒരു പരിഹാര സംവിധാനം സ്ഥാപിക്കുകയും അത് ഫലപ്രദമാക്കുകയും ചെയ്യുക. അടുത്ത നോക്കിയേ 10th one, strengthen of hospital MIS KPI and report action techniques. അതിന്റെ രണ്ടിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് എഴുതി വയ്ക്കുക കേട്ടോ. MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. ഇത് ബോർഡിൽ ഒന്ന് എഴുതി വെച്ചാൽ മതി. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം MIS മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം. KPI പഠിച്ചിട്ടില്ലേ? കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ. Key performance indicator. എന്താന്ന് നോക്കിയാൽ സ്ട്രെങ്തൻ ചെയ്യണ്ടേ? സ്ട്രെങ്തൻ ഓഫ് ഹോസ്പിറ്റൽ MIS KPI മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ തുടങ്ങിയവ ഹോസ്പിറ്റലിലെ എന്ത് ചെയ്യുക? ശക്തിപ്പെടുത്തുക, സ്ട്രെങ്തൻ ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ അതനുസരിച്ച് സ്വീകരിച്ച നടപടി റിപ്പോർട്ട് ചെയ്യുക. ആൻഡ് റിപ്പോർട്ട് ആക്ഷൻ ടേക്കൺ സ്വീകരിച്ച നടപടികള് റിപ്പോർട്ട് ചെയ്യുക. 11ാമത്തെ നോക്കിയേ, കോർഡിനേറ്റിംഗ് അസസിംഗ് അതോറിറ്റിയെ വിലയിരുത്തുന്നത് ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഏകോപിപ്പിക്കുക. കോർഡിനേറ്റ് ഇൻ അസസിംഗ് അതോറിറ്റിനെ വിലയിരുത്തുന്നതിൽ ഏകോപിപ്പിക്കുക, കോർഡിനേറ്റ് ചെയ്യുക.
12ാമത്തെ പോയിന്റ് നോക്കിയേ, എൻഷുർ ദ എംപ്ലോയീസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എൻഷുർ ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ഉറപ്പുവരുത്തുക. എംപ്ലോയീസിന്റെ ഗുണനിലവാര നിയന്ത്രണത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഉറപ്പാക്കുക. എൻഷുർ ദ കംപ്ലൈൻസ് എഡ്യൂക്കേഷൻ ഓൺ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ്. എംപ്ലോയീസിന്റെ നിലവാരത്തിലുള്ള ഒരു വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുക. Then responsible for framing and organize the hospital committee. ഹോസ്പിറ്റലിന്റെ ഹോസ്പിറ്റൽ കമ്മിറ്റികൾ ഫ്രെയിം ചെയ്യുകയും അതിനെ ഓർഗനൈസ് ചെയ്യുകയും ചെയ്യുക. ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നതിന് ഉത്തരവാദിത്തമുണ്ട്. ഉത്തരവാദിത്തമുണ്ട്. ഫോർ ഫ്രെയിമിംഗ് ആൻഡ് ഓർഗനൈസ് ഹോസ്പിറ്റൽ കമ്മിറ്റി. ഹോസ്പിറ്റൽ കമ്മിറ്റി രൂപീകരിക്കുന്നതിനും സംഘടിപ്പിക്കുന്നതിനും ഈ ക്വാളിറ്റി മാനേജറിന് ഒരു ഉത്തരവാദിത്തമുണ്ട്. 13 ക്വാളിറ്റി മാനേജറിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റിയിൽ വരുന്നതാണ്. ഇതിനകത്തുനിന്നേ നമുക്ക് ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല. അതിന്റെ എക്സ്പാൻഡഡ് ഫോം വേണമെങ്കിൽ ഒന്ന് നോക്കി വെച്ചോ. നമുക്ക് AMI അല്ലേ പറഞ്ഞത്, AMI. MIS ആണോ ചോദിച്ചത്? MIS ആണോ? മെറ്റീരിയൽസ് ഇൻഫർമേഷൻ സിസ്റ്റം. മെറ്റീരിയൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഏതാ? AMC. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. 7ാമത്തെ പോയിന്റിൽ വരുന്നത് അല്ലെ, AMC ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട്. CONTRACT കിട്ടിയില്ലേ? ആനുവൽ മെയിൻ്റനൻസ്. അല്ലാതെ ഇതിന്റെ പോയിന്റ് ഫുൾ ഒന്നും പഠിക്കണമെന്നില്ല, ഇതിൽ നിന്ന് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല കേട്ടോ. അതിനകത്ത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ വേണമെങ്കിൽ നമുക്ക് ഈ എക്സ്പാൻഡഡ് ഫോം എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പോ നമുക്കത് എന്നുള്ള എക്സ്പാൻഡഡ് ഫോം ഞാൻ പറഞ്ഞത് ഏതാണ്? അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് പറഞ്ഞു, AERB പറഞ്ഞു. പിന്നെ അതിനകത്ത് നമ്മൾ പറഞ്ഞത് ഏതാണ്? MIS പറഞ്ഞു അല്ലെ, മെറ്റീരിയൽ. ജോബി ജോസഫ് എന്താണ്? MIS പറഞ്ഞു, മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം പറഞ്ഞു, KPI കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ പറഞ്ഞു. ഈ സെക്ഷനിൽ അതിന്റെ ഇത് നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ ഇതിനകത്ത് ഫോർമുല എന്തായാലും നമ്മൾ ടിക്കറ്റ് വെച്ചത് എന്തായാലും നിങ്ങൾ പഠിക്കണം കേട്ടോ. അതിൽ നിന്ന് 1 2 ആ ഒരു സെക്ഷനിന് 2 മാർക്ക് നമുക്കറിയാം. സെക്ഷന് ഫോർമുലയ്ക്ക് വേണ്ടി തന്നെ പോയി. പിന്നെ ബാലൻസ് ഒക്കെ എക്സ്പാൻഡഡ് ഫോം ഒക്കെയാണ് ഈ ചാപ്റ്ററിൽ കൂടുതൽ കണ്ടിട്ടുള്ളത് കേട്ടോ. പിന്നെ ലാബ് സ്റ്റാൻഡേർഡ്സുകൾ നമ്മൾ പറഞ്ഞായിരുന്നു, അതിന്റെയൊക്കെ നോക്കുക ഏതൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കി വെക്കുക. 4 5 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു ചാപ്റ്ററിന്. ഇമ്പോർട്ടൻറ്റ് സെക്ഷനുകളൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. ഇതിനുള്ള കോൺസെപ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റം, MIS. അതോടുകൂടി ആ ഒരു ചാപ്റ്റർ നമ്മുടെ കഴിഞ്ഞു. ക്വാളിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ തീർന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു ചെറിയൊരു ചാപ്റ്റർ ആണ്, നല്ല എളുപ്പമുള്ള ചാപ്റ്റർ തന്നെയാണ്, ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞത്. ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തിടാം. നമുക്ക് ഇന്ന് അതിന്റെ ഇൻട്രൊഡക്ഷനും കുറച്ച് കാര്യങ്ങളും ഒന്ന് ജസ്റ്റ് പറയാം. പ്രിന്റ് ഉള്ളവര് അതിന്റെ ഒന്ന് പ്രിന്റ് എടുത്തോട്ടോ. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഏതാണ്? ഹൗസ് കീപ്പിംഗ് സർവീസ് ആണ്. 4th മൊഡ്യൂളിലെ ചാപ്റ്റർ ആണ്. ചാപ്റ്റർ നമ്പർ നിങ്ങളുടെ പ്രിന്റഡ് നോട്ടില് 26 എന്നാണോ കിടക്കണേ നോക്കി? 26 ആണോ? നമ്മുടെ ഏതാണ്? 4th മൊഡ്യൂളില് 3ാമത്തെ ചാപ്റ്റർ. ഞാൻ ആ പേരിൽ വലിയ ടഫുള്ള ചാപ്റ്റർ അവിടെ ആദ്യം എടുത്തതാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് ഇച്ചിരി എളുപ്പമുള്ളത് പഠിക്കാതെ എന്ന് വിചാരിച്ച്. ഹൗസ് കീപ്പിംഗ് സർവീസ് എളുപ്പമുള്ള ചാപ്റ്റർ ആണ്, അധികം പേജ് ഒന്നുമില്ല, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ. വീട്ടിൽ അടിക്കലും വയറിലൊക്കെ ചെയ്യാറില്ലേ നിങ്ങള്? വീട് നീറ്റായിട്ടാണോ സൂക്ഷിക്കുന്നത് എല്ലാവരും?
അല്ലെ? അടിച്ചൊക്കെ വാരി വൃത്തിയായിട്ട് നീറ്റായിട്ടൊക്കെ അല്ലേ സൂക്ഷിക്കുന്നത്. ഇതൊക്കെ തന്നെയുള്ളൂ. എന്താ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ വേർഡ് തന്നെ? ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ ക്ലീനിങ് ആണ് ഉദ്ദേശിക്കുന്നത്. ഹോസ്പിറ്റലില് ക്ലീനിങ് എല്ലാ ദിവസവും ഫ്ലോറൊക്കെ അടിച്ച് വാരി എല്ലാ ദിവസവും റൂമുകളൊക്കെ അവര് ക്ലീൻ ചെയ്യാൻ വരൂലേ? എല്ലാ ദിവസവും അടിച്ചു വാരി തുടയ്ക്കും അല്ലെ? ഹോസ്പിറ്റലിലൊക്കെ ഒരു ക്ലീനിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വരാതിരിക്കാനും ഒക്കെ ആ ബെഡ്ഷീറ്റ് ഒക്കെ വിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു ഇതൊക്കെയാണ് ഈ ക്ലീനിങ് ആണ് മെയിൻ ആയിട്ട് ഹൗസ് കീപ്പിംഗിൽ വരുന്നത്. പല സെക്ഷനുകൾ വരുന്നുണ്ട് അതിനകത്ത്. നമുക്ക് നോക്കാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ എന്താണ്? ദ വേർഡ് ഹൗസ് കീപ്പിംഗ് റെഫേഴ്സ് ടു ദ വർക്ക് ഓഫ് ക്ലീനിങ്. അതൊന്ന് എഴുതി വെച്ചേ. വർക്ക് ഓഫ് ക്ലീനിങ്, അതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ്. വർക്ക് ഓഫ് ക്ലീനിങ്, ക്ലീനിങ് ജോലികൾ, ക്ലീനിങ് വർക്കാണ് ആ ഒരു സെക്ഷൻ ആണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നത്. ഹൗസ് കീപ്പിംഗ് സർവീസ് നമുക്ക് എന്തായാലും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഹൈജീനും പിന്നെ നമുക്ക് പരിസരം വൃത്തിയാക്കലും ഇതൊക്കെ ഒരു നമ്മുടെ ഒരു ഇതിന്റെ ഭാഗമാണ് അല്ലെ? നമ്മളെല്ലാവരും നീറ്റായിട്ട്, പ്രത്യേകിച്ച് മലയാളികള് നമ്മുടെ വൃത്തിയുടെ വെടിപ്പിന്റെയൊക്കെ കാര്യത്തിൽ ഒരു ഇച്ചിരി ഫ്രണ്ടിലേക്ക് നിൽക്കണവര് തന്നെയാണ് അല്ലെ? നമ്മൾ വീടായാലും നമ്മുടെ പരിസരം ഒക്കെ ആണെങ്കിലും നമ്മളെല്ലാം വൃത്തിയാക്കി ഒക്കെ നമ്മൾ സൂക്ഷിക്കുക. അപ്പൊ നോക്കി അതിന്റെ ഒരു ഇമ്പോർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് ഹോസ്പിറ്റലിലെ ആണ് പറയുന്നത് കേട്ടോ. ഹൗസ് കീപ്പിംഗ് സർവീസസ്. ഇൻട്രൊഡക്ഷൻ നോക്കിയേ. A patient coming for the time to a hospital when they welcomed a tidy environment as well as an elegant എന്ന് വെച്ചാൽ ഗംഭീരമായ ELEGANT feelings lessens half of his misery എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരിതം and increase his കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. എന്താ പറഞ്ഞേക്കണേ? ഒരു ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ അവിടെ നമ്മൾ വെൽക്കം ചെയ്യണത് ഒരു നല്ലൊരു അന്തരീക്ഷമാണെങ്കിൽ, നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ആദ്യം തന്നെ ഏതാ പറഞ്ഞ ഫ്രണ്ട് ഓഫീസിലേക്ക് നമ്മൾ ചെല്ലുന്നതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് നമ്മളെ വെൽക്കം ചെയ്യണമെങ്കിൽ നമുക്കൊരു നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാവും അല്ലെ? പോസിറ്റീവ് ഫീൽ ഉണ്ടാവും. അതുവഴി നമ്മുടെ ദുരിതം എന്നുവെച്ചാൽ നമ്മുടെ രോഗം എന്നുള്ള ഒരു മീനിങ് ആട്ടോ മിസ്രി. നമ്മുടെ ദുരിതം അല്ലെങ്കിൽ രോഗമൊക്കെ എന്ത് ചെയ്യുന്നത് അതിന്റെ പകുതി നമുക്ക് കുറയും. നമ്മളൊരു പോസിറ്റീവ്, നമുക്ക് എപ്പോഴും എന്താ ഒരു നല്ലൊരു അന്തരീക്ഷം, വളരെ നമ്മുടെ മനസ്സിനെയും മാനസികമായിട്ടുള്ള ഇതിന്റെ ഒക്കെ ഒരു ഉണർവിന് ഒരു അന്തരീക്ഷം അതിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ ഒരു നല്ലൊരു അന്തരീക്ഷത്തിലേക്കാണ് നമ്മൾ വെൽക്കം ചെയ്യണമെങ്കിൽ നമ്മുടെ ഒരു ദുരിതോ രോഗമോ ഒക്കെ അതിന്റെ പകുതി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ആൻഡ് ഇൻക്രീസ്, ഇനി എന്ത് കൂട്ടാൻ പറ്റും? ഹിസ് കോൺഫിഡൻസ് ഇൻ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂട്ടാൻ പറ്റും അല്ലെ? നമ്മൾ ചെല്ലുമ്പോ ഇപ്പൊ നമ്മളൊരു വീട്ടിലേക്ക് ചെന്നു, ആ വീട്ടിൽ ചെല്ലുമ്പോ തന്നെ നമുക്കറിയാം അല്ലെ? ആ വീട്ടിലേക്ക് ചെന്ന് കഴിയുമ്പോ എല്ലാം നമ്മൾ ഫസ്റ്റ് കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാം അവിടെ എല്ലാവരും നീറ്റൊക്കെ ആയിട്ടാ കിടക്കുക. എല്ലാം നമുക്ക് ഏകദേശം അറിയാലോ. ചെന്ന് കാണുമ്പോ അറിയാം അവിടെയുള്ള ആളുകളെ വരെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ? നല്ല നീറ്റായിട്ട് സൂക്ഷിക്കുന്നവരാണോ എന്നുവെച്ചാൽ അപ്പൊ നമുക്കൊരു പോസിറ്റീവ് ആയിട്ടൊരു ഇത്. അങ്ങനെയുള്ള വീടുകളിലേക്കൊക്കെ ചെല്ലാനല്ലേ നമുക്ക് ഇഷ്ടം. ഒരു നമ്മളാണെങ്കിൽ ചിലപ്പോൾ അറിയില്ല, ഒരു മോശമായിട്ട് എല്ലാം വലിച്ചു വാരി ഒരു ചിട്ടയും വൃത്തിയില്ല എല്ലാം ഇങ്ങനെയൊക്കെ ഇട്ടാണ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിലൊരു നെഗറ്റീവ് ഇതാവോ അതെന്താണ് അവിടെ അവര് കാണിച്ചിട്ടാണ്. അപ്പൊ അവര് പറയും, അവര് ഈ പറഞ്ഞ പോലെ എന്താ പറയണേ, നമ്മളെ എന്ത് മാനിക്കും. അപ്പൊ നമുക്ക് ആ വീട്ടിലുള്ളവരെ നമുക്ക് അത് വെച്ച് അളക്കാൻ പറ്റും അല്ലെ? ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ വൃത്തിയില്ല, ഒരു ഇതില്ലാത്ത ഒരു ഫീലാ വരുന്നത് അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് നല്ലൊരു അന്തരീക്ഷത്തിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യണമെങ്കിൽ നമ്മുടെ രോഗം അല്ലെങ്കിൽ നമ്മുടെ ആ ദുരിതം അതിന്റെ പകുതിയാവുകയും നമുക്ക് ഹോസ്പിറ്റലിനെ കുറിച്ചുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് കൂടുകയും ചെയ്യും. നമ്മൾ പറയൂലേ, നല്ല നീറ്റാണ് കേട്ടോ ഹോസ്പിറ്റല്, നല്ല വൃത്തിയാണ്, നമ്മളെ എല്ലാ കാര്യങ്ങളും നല്ല പക്ക ഡീസന്റ് ആണ്, അല്ലെങ്കിൽ നല്ലൊരു കോൺഫിഡൻസ് നമുക്ക് തന്നെ കുഴപ്പമില്ല എല്ലാ നീറ്റാണെന്നുള്ള ഒരു കോൺഫിഡൻസ് വരും നമുക്ക്. അത് കോൺഫിഡൻസ് കൂട്ടാനും നമ്മുടെ ആ ഒരു ദുരിതം കുറയ്ക്കാനും കാരണമാക്കും.
housekeeping services, otherwise called environmental services. Underline ചെയ്തിട്ടേ. ഹൗസ്കീപ്പിംഗ് സർവീസസ് അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ്? എൻവയോൺമെന്റൽ സർവീസസ് are very important in providing a safe, clean, pleasant, orderly എന്ന് പറയുന്നത് ചിട്ടയായ and functional environment for both the patient and the hospital officials. അപ്പൊ നമുക്കൊരു നല്ലൊരു എന്താണ് നല്ലൊരു അന്തരീക്ഷം നമ്മൾ പറഞ്ഞു നമുക്ക് പ്രൊവൈഡ് ചെയ്യാണ്, നമുക്ക് ടൈഡി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അതർവൈസ് എന്തെന്ന് പറയാം, എൻവയോൺമെന്റൽ സർവീസ് എന്ന് പറയാം നമുക്ക് ഹൗസ്കീപ്പിംഗ് സർവീസിനെ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഇൻ പ്രൊവൈഡിങ് നല്ല സേഫ് ആയിട്ടുള്ള സുരക്ഷിതമായ ക്ലീൻ വൃത്തിയുള്ള പ്ലസന്റ് സന്തോഷകരമായിട്ടുള്ള ചിട്ടയായിട്ടുള്ള ഒരു ഫങ്ഷണൽ എൻവയോൺമെന്റ് ആർക്ക്? ബോത്ത് ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ ഒഫീഷ്യൽസ്. ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾക്കും ഉദ്യോഗസ്ഥർക്കും പേഷ്യൻസിനും ഒക്കെ നല്ലൊരു സുരക്ഷിതമായ വൃത്തിയുള്ള സന്തോഷമുള്ള ചിട്ടയായുള്ള ഒരു ഫങ്ഷണൽ എൻവയോൺമെന്റ് പ്രദാനം ചെയ്യുന്നു. ഇനി ഇവിടെ നോക്കിയേ, the three important housekeeping tasks in hospital consist of the following. ഇവിടെ 3 ടാസ്കുകളാണ് സാധാരണ പറയുന്നത്. 3 important housekeeping ടാസ്കുകൾ. ഹോസ്പിറ്റലിലെ 3 പ്രധാനപ്പെട്ട ഹൗസ്കീപ്പിംഗ് ടാസ്കുകൾ ഏതൊക്കെയാണ്? കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് പറയുന്നുണ്ട്. ഏതൊക്കെയാ? ടു ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ആട്ടോ. അതൊന്ന് കറക്റ്റ് ചെയ്തേ. Cleaning and sanitizing high touch surfaces in patient room and restroom. Patient room, റെസ്റ്റ് എടുക്കുന്ന റൂം, പിന്നെ അങ്ങനെയുള്ള ടച്ച് സർഫസുകൾ ഇവിടെയൊക്കെ ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക, വൃത്തിയുള്ളതാക്കുക. സാനിറ്റൈസ് ചെയ്യുക എന്ന് വെച്ചാൽ അണുവിമുക്തമാക്കുക, വൃത്തിയാക്കി അണുവിമുക്തമാക്കുക. അതാണ് ഒന്നാമത്തെ പറയുന്നത്. ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ് ഒരു ടാസ്ക് ആണ്, ഹൗസ് കീപ്പിംഗ് ടാസ്ക് ആണ് ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. രണ്ടാമത്തെ നോക്കിയേ, ടു ഫില്ല് ചെയ്യുക, നിറയ്ക്കുക. എംപ്റ്റി പേപ്പർ ടവൽസ്, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. അതൊക്കെ തീരണതിന്റെ അനുസരിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? അത് ഫില്ല് ചെയ്യുക, നിറയ്ക്കുക. ടു fill up empty paper towel, soap container and office supplies. ഓഫീസ് സപ്ലൈകൾ ഒക്കെ ഫില്ല് ചെയ്യുക. അടുത്ത നോക്കിയേ, ടു ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർട്ടി എന്നുള്ളത് വെട്ടിയിട്ട് പ്രോപ്പർലി എന്നാക്കിക്കേ. ടു ഡിസ്പോസ് നിർമാർജനം ചെയ്യുക ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പർ ആയിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക, നിർമാർജനം ചെയ്യുക. വേസ്റ്റുകൾ ഇഷ്ടംപോലെ വേസ്റ്റുകൾ ഉണ്ടാവില്ലേ? നമ്മൾ ഇച്ചിരി സ്ഥലം അടിക്കുമ്പോൾ തന്നെ എന്തോ ഒരു വേസ്റ്റ് വരുന്നത്, ചപ്പ് ചവറുകള്, പിന്നെ അതുപോലെ തന്നെ മണ്ണ്, ഇതെല്ലാം ഉണ്ടാവും. അങ്ങനെയുള്ള എല്ലാ വേസ്റ്റുകളും എന്ത് ചെയ്താ ഡിസ്പോസ് ചെയ്യുക പ്രോപ്പർലി. PROPERLY പ്രോപ്പർലി. അപ്പൊ അത് 3 ഹൗസ് കീപ്പിംഗ് ടാസ്കിൽ വരുന്നതാണ്. ഫസ്റ്റ് എന്താ? ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്. ക്ലീൻ ചെയ്യുക, അത് അണുവിമുക്തമാക്കുക, സാനിറ്റൈസിങ് നടത്തുക. ഫിൽ അപ്പ് എംപ്റ്റി പേപ്പർ ടവൽ, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. ഇതൊക്കെ ഫില്ല് ചെയ്യുക. പിന്നെ അടുത്ത 3ാമത്തെ ടാസ്ക് എന്താ? ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർലി. പ്രോപ്പറായിട്ട് ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക, നിർമാർജനം ചെയ്യുക. നമുക്കറിയാം ഒരു വീട്ടിൽ തന്നെ ഒരു ദിവസം എത്ര വേസ്റ്റ് ആവല്ലേ അല്ലെ? അപ്പൊ ഒരു ഹോസ്പിറ്റലിലെ കാര്യം നോക്കി, ഇത്രയും റൂമുകളിൽ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന, പിന്നെ അവിടെ പല സ്ഥാപനങ്ങളും പർച്ചേസിങ്ങിലൊക്കെ കുറെ സാധനങ്ങളും അതിന്റെ ബോക്സുകൾ കാര്യങ്ങൾ ഇങ്ങനെയുള്ളതെല്ലാരും നമ്മൾ എല്ലാ സെക്ഷനുകളും ഓരോരോ ആളുകൾക്ക് അതുണ്ടാവും, ജോലിക്ക് ഓരോ സെക്ഷനുകളിൽ ഉണ്ടാവും, ഓരോരോ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ ക്ലീൻ ആക്കുക, ഇതെല്ലാം വേസ്റ്റുകളും സാധനങ്ങളൊക്കെ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളത്. ഇനി നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താണ്? ഇമ്പോർട്ടൻസ് ടു ഇമ്പോർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്. ശുചിത്വമുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. അത് ഒന്ന് നോട്ട് ചെയ്തിട്ടോ കേട്ടോ. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ്. ഹൗസ് കീപ്പിംഗിന്റെ പ്രാധാന്യം എന്താണ്?
ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ഒരു വൃത്തിയുള്ള ഒരു അന്തരീക്ഷം എന്ത് ചെയ്യുക, നൽകുക. അപ്പൊ നമ്മൾ എന്താ വൃത്തിയുള്ള അന്തരീക്ഷം നൽകുക എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാം നല്ല ക്ലീൻ ആക്കി അടിച്ച് വാരി തുടച്ച് എല്ലാവരും അടക്കി പ്രോപ്പർ ആയിട്ട് എല്ലാവരും അടക്കിയൊക്കെ വെച്ച് വേസ്റ്റുകളൊക്കെ പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്ത് എല്ലാം നല്ല ഒരു ഹൈജീനിക് എൻവയോൺമെന്റ് സൃഷ്ടിക്കുക, അന്തരീക്ഷം നൽകുക. ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ നോക്കിയേ, ടു മീറ്റ് ദ ഹോബ്സ്, ഹോപ്പാണ് HOPES, ഹോബ്സ്, ടു മീറ്റ് ദ ഹോബ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി. കമ്മ്യൂണിറ്റി നമ്മുടെ സമൂഹത്തിന്റെ ഹോപ്സ്, ആശകള് എന്ത് ചെയ്യുക, പ്രതീക്ഷകള്, ആശകൾ അല്ലെങ്കിൽ പ്രതീക്ഷകള് നിറവേറ്റുക. നമുക്ക് എന്താ നമ്മുടെ ഒരു ഇത് പറയുന്നത്, ഹോസ്പിറ്റലിനെ ബേസ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ നല്ലൊരു അന്തരീക്ഷം അത് തന്നെയാണല്ലോ. നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു പേഷ്യന്റിന് നല്ലൊരു അന്തരീക്ഷം പ്രദാനം ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ഒരു സമൂഹത്തിന്റെ പ്രതീക്ഷകള് നിറവേറ്റുന്നു. പിന്നെ നോക്കിയ മൂന്നാമത്തെ, ടു മെയിൻറ്റെയിൻ, അത് ടു എന്നാണ്, ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ പ്രശസ്തി, റെപ്യൂട്ടേഷൻ, ഉയർന്ന പ്രശസ്തി, ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ ഉയർന്ന പ്രശസ്തി എന്ത് ചെയ്യുന്നു, മെയിൻറ്റെയിൻ, നിലനിർത്തുന്നു. ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന്റെ നല്ല പ്രശസ്തി, ഉയർന്ന പ്രശസ്തി നിലനിർത്തുന്നു. ക്ലിയർ ആയോ? ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. അടുത്ത നോക്കിയേ, ലാസ്റ്റ്, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ. ഹോസ്പിറ്റലില് ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. നമ്മൾ പഠിച്ചില്ലേ നോസോകോമിയൽ ഇൻഫെക്ഷൻ ഒക്കെ, ഹോസ്പിറ്റലിൽ നിന്ന് അക്യൂർ ചെയ്യുന്ന ഇൻഫെക്ഷൻ, നോസോകോമിയൽ ഇൻഫെക്ഷൻ. അത് അപ്പൊ ഈ ഇങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ നല്ല നീറ്റ് ക്ലീൻ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മൾ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ഓരോ ഇതൊക്കെ അണുക്കളൊക്കെ വന്ന് നമുക്ക് രോഗങ്ങളും ഇതൊക്കെ വരുന്നത് അല്ലെ? അപ്പൊ എല്ലാ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ഇത് 4 ഇമ്പോർട്ടന്റ് ആണ്, നോക്കി വെക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് നോക്കിയേ, ടു ഇമ്പാർട്ട് ഹൈജീനിക് എൻവയോൺമെന്റ്, ടു മീറ്റ് ദ ഹോപ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി, ദെൻ ടു മെയിൻറ്റെയിൻ എ ഹൈ റെപ്യൂട്ടേഷൻ ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ ഉയർന്ന പ്രശസ്തി നിലനിർത്തുക. ദെൻ ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. ഇത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി അടുത്തത് ഒബ്ജക്റ്റീവ്സ് ആണ്, 1-2 പറയാം, ട്രെയിനിങ്ങൾക്ക് നിർത്താം. ഓക്കെ, അപ്പൊ ഹൗസ് കീപ്പിംഗ് അത് അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടില്ലായിരുന്നോ നിങ്ങള്? ഹൗസ് കീപ്പിംഗ് പറഞ്ഞ ഒന്ന് എഴുതി വെക്കുക. അന്ന് വർക്ക് ഓഫ് ക്ലീനിങ് ആണ് കേട്ടോ. ക്ലീനിങ് എന്നുള്ളതാണ് ഹൗസ് കീപ്പിംഗ് എന്ന് പറയാം. ഹോസ്പിറ്റലിൽ ഒരു നീറ്റ് ആയിട്ട് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യുക, അതൊക്കെയാണ് ഹൗസ് കീപ്പിംഗ് സർവീസ് എന്ന് പറയുന്നതിന് ഒരു ഇതിനായിട്ട് വരുന്നത്. ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പൊ അതിനകത്ത് 3 ടാസ്കുകൾ നമ്മൾ പറഞ്ഞു അല്ലെ? ക്ലീനിങ് ആൻഡ് സാനിറ്റൈസിങ്, രണ്ടാമത്തെ ടു ഫിൽ അപ്പ് എംപ്റ്റി പേപ്പേഴ്സ്, ടവൽസ്, സോപ്പ് കണ്ടെയ്നർ ആൻഡ് ഓഫീസ് സപ്ലൈസ്. ദെൻ മൂന്നാമത്തെ ടു ഡിസ്പോസ് ഓഫ് ഹോസ്പിറ്റൽ വേസ്റ്റ് പ്രോപ്പർട്ടീസ് പ്രോപ്പർലി. പ്രോപ്പർലി ആണ് കേട്ടോ, പ്രോപ്പർട്ടി എന്നുള്ളതല്ല, പ്രോപ്പർലി, പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക. കൃത്യമായിട്ട് എല്ലാ ദിവസവും പ്രോപ്പർ ആയിട്ട് തന്നെ വേസ്റ്റുകൾ ഡിസ്പോസ് ചെയ്യുക. വേസ്റ്റുകളൊക്കെ ഡിസ്പോസ് ചെയ്യാതെ ഇട്ട് കഴിഞ്ഞാല് എന്താ, അതിൽ നിന്ന് തന്നെ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വരാം അല്ലെ? അതിൽ നിന്നൊക്കെ അസുഖങ്ങളൊക്കെ വരാം. പ്രോപ്പർ ആയിട്ട് തന്നെ എല്ലാ ദിവസവും വേസ്റ്റുകളൊക്കെ മാറ്റണം അല്ലെ? വേസ്റ്റുകളൊക്കെ എല്ലാ ദിവസവും മാറ്റി ആ ബിന്നുകളൊക്കെ എന്താണ് വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്ന് വെക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടൻസ് പറഞ്ഞത്, ഒരു ഹൈജീനിക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റിയുടെ പ്രതീക്ഷകളെ നിറവേറ്റുക, പിന്നെ ഹോസ്പിറ്റലിന്റെ ഉയർന്ന പ്രശസ്തി നിലനിർത്തുക, ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ, ഹോസ്പിറ്റൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക. അത്രയാണ് അതിനകത്ത് വരുന്നത്, ഇമ്പോർട്ടൻസിൽ വരുന്നത്. ഒബ്ജക്റ്റീവ്സ് 1-2 നോക്കാം നമുക്ക്. ഒബ്ജക്റ്റീവ്സ് നോക്കിയ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹൗസ് കീപ്പിംഗ് എന്തൊക്കെയാ? കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. തെറ്റാണ് കേട്ടോ. എൻവയോൺമെന്റ് എന്നാണ് ENVIRONMENT. കോമൺ സാനിറ്റേഷൻ,
കോമൺ സാനിറ്റേഷൻ, ശുചീകരണം, ക്ലീൻനെസ്, വൃത്തിയാക്കുന്നതൊക്കെ, ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്, കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമുക്കൊരു സുഖമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഒക്കെ എന്ത് ചെയ്യുക, സൃഷ്ടിക്കുക. കോമൺ സാനിറ്റേഷൻ, ക്ലീൻനെസ് ആൻഡ് കംഫർട്ടബിൾ എൻവയോൺമെന്റ്. അടുത്ത നോക്കിയേ, ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി ആൻഡ് പ്ലസന്റ്. എങ്ങനെയാ ഡെവലപ്പിംഗ് പൊളൈറ്റ്? പൊളൈറ്റ് എന്ന് വെച്ചാൽ മര്യാദ, മര്യാദ. റിലയബിൾ വിശ്വസനീയമായ, ആൻഡ് ഫ്രണ്ട്ലി, ആൻഡ് ഫ്രണ്ട്ലി ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ. ആൻഡ് പ്ലസന്റ്, ആ സെന്റൻസ് കംപ്ലീറ്റ് അല്ലോ. ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ, നല്ലൊരു അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ളത്. മര്യാദകള്, വിശ്വസനീയമായിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഡെവലപ്പിംഗ് പൊളൈറ്റ്, റിലയബിൾ ആൻഡ് ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ. അടുത്ത നോക്കിയേ, ഡെവലപ്പ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹേർട്ടി റിലേഷൻ. ഒരു ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു നല്ലൊരു സൗഹൃദ ബന്ധം കീപ്പ് ചെയ്യുക. ഗുഡ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ഹേർട്ടി റിലേഷൻ, ഒരു സൗഹൃദമായിട്ടുള്ള ഒരു ബന്ധം, ഡിപ്പാർട്ട്മെന്റുകൾക്കിടയിൽ ഒരു സൗഹൃദപരമായിട്ടുള്ള ഒരു ബന്ധം എന്ത് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. പിന്നെ അടുത്ത് നോക്കിയേ, എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. എൻഷുർ ചെയ്യുക, ഉറപ്പുവരുത്തുക. സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, സ്റ്റാഫുകളുടെ സുരക്ഷ, പേഷ്യൻസിന്റെ, അവരുടെ റിലേറ്റീവ്സ്, ഇവരുടെ എല്ലാവരുടെയും സേഫ്റ്റി ഉറപ്പുവരുത്തുക. എൻഷുറിംഗ് സേഫ്റ്റി ഓഫ് സ്റ്റാഫ്, പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ്. പിന്നെ നോക്കിയേ, രണ്ടെണ്ണം കൂടെ ഉള്ളൂ. ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. ക്വാളിറ്റി റീസ്റ്റെയിനിങ്, ക്വാളിറ്റി ഗുണനിലവാര നിയന്ത്രണം റീസ്റ്റെയിൻ ചെയ്യുക ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ്, സാനിറ്ററി എക്യുപ്മെന്റ്സിന്റെ ക്വാളിറ്റി നിയന്ത്രണം ഏർപ്പെടുത്തുക. ആൻഡ് ക്ലീനിങ് ഏജൻസ്, ക്ലീനിങ് ഏജൻസുമാരുടെയും, ആരുടെയൊക്കെ ക്ലീനിങ് ഏജൻസ്. ക്വാളിറ്റി റീസ്റ്റെയിനിങ് ഓഫ് സാനിറ്ററി എക്യുപ്മെന്റ്സ് ആൻഡ് ക്ലീനിങ് ഏജൻസ്. സാനിറ്ററി എക്യുപ്മെന്റ്സുകളുടെയും, സാനിറ്റേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്, ഉപകരണങ്ങൾ ഉണ്ടല്ലോ, അതും ക്ലീനിങ് ഏജന്റുകൾ ഉണ്ടല്ലോ, അതിന്റെയൊക്കെ ഒരു ക്വാളിറ്റി നിയന്ത്രണം നടത്തുക, നിയന്ത്രിക്കുക, റീസ്റ്റെയിൻ ചെയ്യുക. പിന്നെ അടുത്ത പ്രോപ്പർ റെക്കോർഡ് കീപ്പിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. പ്രോപ്പർ ആയിട്ട് റെക്കോർഡ് കീപ്പ് ചെയ്യുക, ശരിയായ റെക്കോർഡ് സൂക്ഷിക്കലും ഫീഡ്ബാക്കും, അതിന്റെ ഫീഡ്ബാക്കും നോക്കാം. ഇതെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ്. എന്റെ അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി പറയാം കേട്ടോ. ഞാൻ 2-3 മിനിറ്റ് ഉണ്ടായതുകൊണ്ട് ഒന്ന് വേഗം ഒന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം. ഇത്രയും ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് സർവീസ് അത്രയും നിങ്ങൾക്ക് ക്ലിയർ ആയല്ലോ. ഇമ്പോർട്ടൻസ് വരെ ക്ലിയർ ആയല്ലേ? ചെറിയൊരു സെക്ഷൻ എടുത്തോളൂ. നമ്മൾ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു, പിന്നെ 3 ഇമ്പോർട്ടന്റ് ടാസ്കുകൾ പറഞ്ഞു, ഇമ്പോർട്ടൻസ് ഓഫ് ഹൗസ് കീപ്പിംഗ് പറഞ്ഞു. സമയം ഉള്ളത് കൊണ്ട് ജസ്റ്റ് ഒന്ന് വായിച്ചേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് ഒന്നുകൂടി പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ.